നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ നിങ്ങൾ ഇത് കാണുന്നു അപ്പോൾ മുതൽ റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നന്നായി മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥനയോടെ മാത്രം റീഡിംഗ് കാണുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ. ഓക്കെ, നിങ്ങൾക്കായി യൂണിവേഴ്സ് ഇന്ന് തന്നിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് 6 ഓഫ് വാൺസ് ആണ്. 6 ഓഫ് വാൺസ് എനർജി പറയുന്നത് നിങ്ങളുടെ എനർജിയാണ്. ഇത് കാണുന്ന പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. പകുതി മൈൻഡ് സെറ്റോടെ നിങ്ങൾക്ക് ഈ കണക്ഷനിൽ നിന്നിട്ട് എപ്പോഴും സങ്കടങ്ങളാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ റിലേഷനിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല നിങ്ങൾ തുടരുന്നതെന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ. പ്രധാന കാരണം പറയുന്നത് ഇത് ശരിക്കും റെസിനേറ്റ് ആവുന്നത് കല്യാണ ആലോചനകൾ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസൽസ് നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണോട് മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം. എത്രയും പെട്ടെന്ന് മാരേജ് ആലോചിക്കണമെന്നും നമ്മളുടെ മാരേജ് നടത്തണമെന്നൊക്കെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാതെ, ഫ്യൂച്ചറിലെ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പിന്മാറി പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പറയുമ്പം അതിൽ നിങ്ങളുടെ പേഴ്സൺ യാതൊരുവിധ റെസ്പോൺസും തരാതാകുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് മെൻ്റലി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിങ്ങൾ വീക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടുകാരോട് ഒരു ആൻസർ പറയണം. നിങ്ങളുടെ പേഴ്സണോട്ട് നിങ്ങൾക്ക് മറക്കാനും പറ്റില്ല. ഇപ്പം ഇതെല്ലാം കൂടി വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളൊരു പ്രഷറും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് എങ്ങനെയെങ്കിലും ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുസരിക്കണമെന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ വരും. അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെമ്മറി വരും. അപ്പോഴത്തേക്ക് അത് മറക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സ് പോവും. അങ്ങനെ ആ ഒരു മൈൻഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡായിട്ട് വന്നിരിക്കുന്ന കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യലി ഒത്തിരി ക്യാഷ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവാം അല്ലേ. നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യലി അത്ര സ്റ്റേബിളായിട്ട് ഉള്ളതായിട്ട് കാണുന്നില്ല. ഫിനാൻഷ്യലി ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സണ്. ഇപ്പോൾ ഒരു മാരേജ് അതാണ് റീസണായിട്ട് വരുന്നത് കേട്ടോ. നിങ്ങൾ മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് ഒരു മാരേജ് ഇപ്പോഴേ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല. ഫാമിലിയുടെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള വ്യക്തിയായിരിക്കാം. ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആളായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിന് പുറത്താണ് നിങ്ങളൊരു യേസ് പറയാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ മടിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളും ഒത്തിരി പൈസ കൊടുത്ത് നിങ്ങളുടെ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. പല സമയത്തായിട്ട് നിങ്ങളുടെ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾ പേഴ്സൺ ഓർക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്നെ വേണ്ടാന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നോക്കിയാൽ നിങ്ങളുടെ പേഴ്സൺ ഹെൽപ്ലെസ് ആണ്. പെട്ടെന്നൊരു മാരേജിലേക്ക് പോകുമ്പോൾ അതൊന്നും നിങ്ങളുടെ പേഴ്സണ് ഉൾക്കൊള്ളാൻ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറ്റുന്നുണ്ടായിരിക്കില്ല. തേർഡ് കാർഡും അത് തന്നെ പറയുന്നത്. ദ ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് കേട്ടോ. ലൈഫിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുക. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഫിനാൻഷ്യൽ കുറേ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ഇഷ്യൂസിൽ ഒന്നും നിങ്ങളുടെ പേഴ്സണ് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം, എൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ആക്കി എടുക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്ന് പോകുന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷനിലും വേണമെന്നുണ്ട്, നിങ്ങളെ വിട്ട് കളയാനും താല്പര്യം തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു റിലേഷനിലേക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല. നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരണോ, അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. എല്ലാം ഉണ്ട്,
പക്ഷെ എന്നിട്ടും സ്നേഹമുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ടും അതിപ്പോൾ ഒന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ തുടരുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയെങ്കിലും നിങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. റിലേഷനിൽ മുന്നോട്ട് മറ്റൊരു കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ്. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് ഒത്തിരി സമയം എടുത്തിട്ടേ ഒരു സൊല്യൂഷൻ ഉണ്ടാകത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത്. കാരണം ഫിനാൻഷ്യലി എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് തമ്മിൽ ഒരു റീകൺസിലേഷൻ ചാൻസ് കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആയി എന്നൊന്ന് എന്നെ അറിയിക്കണേ. ഓക്കെ, എൻ്റെ വായന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.